മലയാളം മൂവി ബ ആ 3 ബായേ ഉള്ളൂ. ഈ സിനിമ കണ്ടിട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഈ ഒരു സിനിമയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ലാലേട്ടനും ദിലീപേട്ടനും ഇവർ രണ്ടുപേർക്കും വേണ്ടിയിട്ട് മാത്രം തയ്യാറാക്കിയ ഒരു സിനിമ. എക്സ്പെഷ്യലി ഇതിൽ ദിലീപേട്ടൻ്റെ മുമ്പുള്ള ചില സിനിമകളുടെ ചില കാര്യങ്ങളൊക്കെ ഈ സിനിമയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ സീൻസ് ഒക്കെ കാണുന്ന സമയത്ത് നമ്മൾക്കൊരു വല്ലാത്ത രോമാഞ്ചവും കാര്യങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ ലാലേട്ടൻ്റെയും ചില പെർഫോമൻസും ചില സ്ലോ മോഷൻ പരിപാടി, BGM കാര്യങ്ങൾ, ഷോ ഓഫ് ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മളെ വല്ലാണ്ട് അങ്ങോട്ട് കോരിത്തെരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മേക്കിംഗ്. ഒരു ലാലേട്ടൻ ഫാനാണ് നിങ്ങളെങ്കിൽ, ഒരു ദിലീപേട്ടൻ ഫാനാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ നിങ്ങളെ 100% സാറ്റിസ്ഫൈഡ് ആക്കും. ആ രീതിയിൽ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിനിമയിലെ ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ ഡയറക്ടർ ധനഞ്ജയ് ശങ്കർ, അതുപോലെ തന്നെ പ്രൊഡ്യൂസർ ഗോകുലം ഗോപാലൻ കുറച്ച് ലെങ്തി ആയിട്ടുള്ള റോളിലൊക്കെ ഇതിൽ ഉണ്ട് കേട്ടോ. നല്ലൊരു റോളാണ് മൂപ്പർ കൊടുത്തിരിക്കുന്നത്. എന്തായാലും നല്ല ഹെവി ആയിട്ടുള്ളൊരു റോളാണ്. അതുപോലെ കൃഷ്ണമൂർത്തി SR പ്രൊഡ്യൂസർ, ഫഹീം സഫർ റൈറ്റർ, നൂറിൻ ഷെരീഫ് റൈറ്റർ. ഇവർ രണ്ടുപേരും ചേർന്നാണ് ഈ ഒരു സിനിമയുടെ റൈറ്റിംഗ്. സിനിമയുടെ കഥ എന്നൊക്കെ പറയുമ്പോൾ അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഈ സിനിമ ടൈറ്റിൽ എഴുതി കാണിക്കുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ട് ലോജിക്ക് എന്ന് പറയുന്ന സംഭവം മാറ്റി വെച്ചിട്ട് വേണം ഈ സിനിമ കാണാൻ എന്നുള്ളത്. അത് തന്നെയാണ് ഈ ഒരു സിനിമൻ്റെ ഫാക്ട്. ലോജിക്കില്ല, ലോജിക്കൊന്നും കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ യാതൊരു പിടിയും കിട്ടില്ല. പക്ഷേ ഒരു മാഡ്നസ്, അതും ഈ ടൈറ്റിൽ എഴുതുന്ന സമയത്ത് പറയുന്നുണ്ട്, ഒരു മാഡ്നസ് ആണ്. ഭ്രാന്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും പ്രവർത്തികളൊക്കെയാണ് ഈ സിനിമയിലുള്ളത്. പക്ഷേ ഒരു പ്രേക്ഷകനെ പിടിച്ചിരുത്താൻ സഹായിക്കുന്ന ഒരുപാട് എലമെൻറ്റ്സ് ഈ സിനിമയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല, 2 നടന്മാർ തന്നെയാണ്, ദിലീപ്, മോഹൻലാൽ. ഈ 2 നടന്മാരിൻ്റെ ഒരുപാട് മാനറിസങ്ങൾ, ഒരുപാട് പരിപാടികൾ, അവരുടെ ഒരുപാട് ഹൈലൈറ്റ്സുകളും കാര്യങ്ങളൊക്കെ ഈ സിനിമയിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കാണുന്ന ഒരു പ്രേക്ഷകന്, അല്ലെങ്കിൽ ഇവരെയൊക്കെ കണ്ട് വന്ന നമ്മൾക്ക് ഇത് കാണുമ്പോൾ തീർച്ചയായിട്ടും വല്ലാത്തൊരു അനുഭവമായിരിക്കും. അത് നല്ലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ്. അതാണ് എടുത്ത് പറയേണ്ട കാര്യം. അതിൻ്റെ BGM കാര്യങ്ങളും, സത്യം പറഞ്ഞാൽ ലാലേട്ടൻ്റെ ആ ഒരു സീനും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എൻ്റെ അങ്ങോട്ട് കിളിയൊക്കെ പോയി. കാരണം ആ രീതിയിലായിരുന്നു ഞാൻ കണ്ട തിയേറ്ററിൽ. വല്ലാത്ത സൗണ്ടും നിലവിളിയും പരിപാടിയൊക്കെ ആയിരുന്നു. ആ രീതിയിൽ ലാലേട്ടൻ്റെ ഓരോരോ സീൻ വരുമ്പോഴും എല്ലാവരും നിലവിളിച്ച് ആർപ്പ് വിളിച്ച് അങ്ങോട്ട് വല്ലാതെ അങ്ങ് ആർമാദിക്കുകയാണ്. ഇതൊരു, എനിക്ക് തോന്നുന്നു, ഒരു ഫെസ്റ്റിവൽ പോലെ നമുക്ക് കൊണ്ടാടാൻ പറ്റിയ, അല്ലെങ്കിൽ ആർമാദിക്കാൻ പറ്റിയ ഒരു സിനിമയാണ്. അതല്ലാതെ വലിയൊരു കഥയുണ്ട്, അങ്ങനെ ഒരു വലിയൊരു സംഭവം നമുക്ക് ഇതിൽ നിന്ന് കിട്ടും എന്നൊക്കെ നോക്കുകയാണെങ്കിൽ സംഭവം കിട്ടുകയൊക്കെ ചെയ്യും. ചില രാഷ്ട്രീയക്കാരൻ്റെ ചില പരിപാടികളും കാര്യങ്ങളൊക്കെ ഇതിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും കഥയ്ക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ല. ഇവർ രണ്ടുപേരുടെയും പരിപാടിക്കാണ്, ഇവർ രണ്ടുപേരും കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾക്കാണ് ഇതിൽ ഫുൾ ഹൈലൈറ്റ്സ് കാര്യങ്ങൾ ഫുള്ള് അതന്നെയാണ്. ഇവർ രണ്ടുപേരുടെ അഴിഞ്ഞാട്ടം എന്ന് പറയില്ലേ, അതാണ്. ഇനിയിപ്പോൾ ലാലേട്ടന് കുറച്ച് സീനേ ഉള്ളൂ ചോദിച്ചാൽ അങ്ങനെയല്ല. ലാലേട്ടന് ഒരു ഏകദേശം വരുന്ന അവിടെ നിന്ന് അങ്ങോട്ട് ഓൾമോസ്റ്റ് ഉള്ള സീനൊക്കെ ഉണ്ട്. കുറേ ഭാഗങ്ങളിൽ ലാലേട്ടനുണ്ട്. ഇതിൻ്റെ ക്ലൈമാക്സോട് അടുക്കുന്ന സമയത്തും ലാലേട്ടനുണ്ട്. പക്ഷെ ഒരു കത്തിക്കലാണ്. വന്നിട്ട് ലാലേട്ടൻ വരും, എൻ്റർ ആവും, അങ്ങനെ അങ്ങ് കത്തിച്ച് കളയും. സിനിമ അങ്ങനെ വേറൊരു ലെവലിലേക്കാക്കും. അതുപോലെ തന്നെ നമ്മുടെ ദിലീപേട്ടൻ്റെ ആ ഒരു റോൾ, ആ ഒരു ക്യാരക്ടർ വന്നിറങ്ങി കുറച്ചങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ മൂപ്പറിൻ്റെ അർമാദിക്കലായിരിക്കും. മൂപ്പറിൻ്റെ പരിപാടികളും കാര്യങ്ങളും, മൂപ്പറിൻ്റെ പഴയ സിനിമയിലെ ചില കാര്യങ്ങളൊക്കെ റെഫറൻസ് ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ഒരു തരം വല്ലാത്തൊരു, എന്താ പറയുക, തൃശ്ശൂർ പൂരം എന്ന് പറയില്ലേ, ആ രീതിയിലുള്ള പരിപാടി. സിനിമയിലെ മ്യൂസിഷ്യൻ ഷാൻ റഹ്മാനാണ് മ്യൂസിഷ്യൻ എന്നൊക്കെ പറയുന്ന സമയത്ത് കുഴപ്പമില്ല. വലിയ ഒരുപാട് പരിപാടികളൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അടിപൊളിയായിരുന്നു, അതൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ പാട്ടുകളൊന്നും അങ്ങനെ വലിയ പരിപാടിയില്ല, കുഴപ്പമില്ല, നല്ലതാണ്, നമ്മളെ എൻഗേജ് ചെയ്യിപ്പിച്ച് നിർത്തുന്ന ഒരു പാട്ടുകളാണ്, മോശമൊന്നും ആരും പറയില്ല. എഡിറ്റർ രഞ്ജൻ എബ്രഹാം പണിയെടുത്തിട്ടുണ്ട്, നന്നായി പണിയെടുത്തിട്ടുണ്ട്. ഈ സിനിമയിലെ എഡിറ്റിങ്ങിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാര്യം അതിൻ്റെ സീൻസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട് മൂപ്പര്. അടുത്തതായിട്ട് എടുത്തു പറയേണ്ടത് സിനിമയിലെ നടന്മാരെ കുറിച്ചാണ്. ദിലീപേട്ടൻ, മോഹൻലാൽ, ഇവർ രണ്ടുപേരെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവർ രണ്ടുപേർക്കും വേണ്ടിയിട്ട് ഇറക്കിയ ഒരു സിനിമയാണ്. ഇവരുടെ പരിപാടികളാണ്, ഇവരുടെ കംപ്ലീറ്റ് ഷോ ഓഫാണ് ഈ സിനിമ ഫുള്ളായിട്ട്. ലാലേട്ടൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു ലാലേട്ടൻ ഫാനിന് എന്താണോ വേണ്ടത് ആ പരിപാടി ഇതിൽ കൃത്യമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ദിലീപേട്ടൻ്റെ കാര്യത്തിലും. ഇനി നമുക്ക് സിനിമയിലെ മറ്റ് നടന്മാരെ നോക്കാം. വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, രണ്ടുപേരും അടിച്ചു തൂക്കിയിട്ടുണ്ട്. സീരിയസ്ലി എനിക്ക് തോന്നുന്നത് റിയൽ ലൈഫുമായി ബന്ധപ്പെട്ട് ഒരുപാട് എലമെന്റ്സ് ഇതിൽ രണ്ടുപേരുടെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇവർ രണ്ടുപേരുടെയും എന്നല്ല, ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഇവരുടെ ആ ഒരു കോംബോ എന്ന് പറയില്ലേ, അതൊരു പരിപാടിയായിരുന്നു. സീരിയസ്ലി ഭയങ്കര പരിപാടി. അതായത് വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും തമ്മിലുള്ള കോമ്പിനേഷൻ, ചില സീൻസ് ഉണ്ട്, അതിലൊക്കെ ശരിക്കും തിയേറ്ററിൽ നിന്ന് ആൾക്കാരൊക്കെ എണിച്ച് നിന്ന്, എന്താ പറയുക, ആർപ്പ് വിളിയും പരിപാടിയൊക്കെയാണ്. ആ രീതിയിലുള്ള ഒരു കോംബോ സീൻസ് ഒക്കെ ഉണ്ട് ഇവർ രണ്ടുപേരും തമ്മിൽ. മറ്റു നടന്മാർ ബാലു വർഗീസ്, ബൈജു സന്തോഷ്, ശരണ്യ പൊൻവണ്ണൻ, അത് മറ്റേ നമ്മുടെ
നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നമ്മുടെ ധനുഷിൻ്റെ ആ സിനിമയില്ലേ വേലയില്ല പട്ടധാരി, അതിലെ അവൻ്റെ അമ്മ അവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ബൈജുവിന് ഇതിൽ ഫുൾ റോളാണ്, സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ ബൈജു ഉണ്ട് ഇതിൽ. ബൈജുവിൻ്റെ നല്ലൊരു ക്യാരക്ടറാണ്, ആൾക്ക് മാക്സിമം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു ക്യാരക്ടറിൽ. അതുപോലെ ബാലുവിൻ്റെ ക്യാരക്ടർ കുഴപ്പമില്ല, നല്ല പരിപാടിയാണ്, നല്ല ക്യാരക്ടറാണ്. എടുത്തു പറയേണ്ട അടുത്തൊരു ആക്ടറാണ് അശോകൻ. നമ്മൾ അശോകൻ്റെ എനിക്ക് ഭയങ്കര കണക്റ്റിംഗ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. മൂപ്പൻ്റെ ആ ഒരു സംസാരവും കാര്യങ്ങളും എടുത്തു വെക്കലും ആളുടെ ഒരു ചിരിയും കാര്യങ്ങളൊക്കെ എനിക്ക് ശരിക്കും വർക്കായി. അശോകൻ്റെ ആ ഒരു കോമഡിയൊക്കെ നമുക്ക് ശരിക്കും കിട്ടും. എനിക്ക് നല്ല കേട്ടോ, ആ തിയേറ്ററിൽ ഒട്ടുമിക്ക എല്ലാവരും കിട്ടും. ഈ സിനിമയിൽ കോമഡിയൊക്കെ ഒരുപാടുണ്ട്, സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് കോമഡികളാണ്. പിന്നെ അത് മാത്രമല്ലാതെ ഇപ്പോഴുള്ള ജീവിതത്തിൽ നടന്നു വരുന്ന ചില കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഈ കോമഡിയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അശോകൻ പറയുന്ന ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ശരിക്കും ചിരിച്ച് നിലവിളിച്ച് പോകും. അതുപോലെ ദേവൻ ഉണ്ട് ഈ സിനിമയിൽ. ദേവന്റെ ഒരു അടിപൊളി കഥാപാത്രമാണ്. ദേവൻ ഇപ്പോൾ ട്രോളുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്നോ, പക്ഷെ ഇതിപ്പോൾ പറയാൻ പറ്റില്ല, അങ്ങനെ എന്തോ ഒരു ഡയലോഗ് ഇല്ലേ, അത് ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ അടുത്തൊരു ആക്ടർ ഉള്ളത് സാൻഡി മാസ്റ്റർ ആണ്. സാൻഡി മാസ്റ്റർ ഒരു രക്ഷയില്ലാത്ത പരിപാടിയായിരുന്നു. മൂപ്പരിന്റെ താണ്ഡവമാണ് ഈ സിനിമയിൽ. മൂപ്പരിന്റെ ഒരുപാട് പരിപാടികൾ ഈ സിനിമയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പരിപാടികളുണ്ട്. മൂപ്പരിന്റെ ഡാൻസ്, അതുകൂടാണ്ട് മൂപ്പരിന്റെ കോമഡി ലെവലിലേക്ക് എത്തിച്ച ആ ഒരു രീതി, അതൊക്കെ ഭയങ്കര വർക്കിങ്ങും പരിപാടിയൊക്കെ ആയിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് അതൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി. തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഭീകരമായിരുന്നു. മൊത്തത്തിൽ ഈ സിനിമ നോക്കുകയാണെങ്കിൽ എൻഗേജിങ് ആണോ, നമ്മളെ പിടിച്ചിരുത്തുമോ എന്ന് ചോദിച്ചാൽ എന്നെ പോലുള്ളൊരു പ്രേക്ഷകൻ, ഇവരുടെ ഈ പരിപാടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകനെ 100% പിടിച്ചിരുത്തും. ഫുള്ളി എൻഗേജിങ് ആണ്. കാരണം എന്തിനു വേണ്ടിയാണ് ഇത് എന്നൊരു വലിയൊരു ക്വസ്റ്റ്യൻ ഈ സിനിമ സ്റ്റാർട്ടിങ് മുതൽ ഒരു എൻഡിനോട് അടുക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ നമ്മൾക്ക് ഉണ്ടാവും. നമ്മുടെ ഉള്ളിലേക്ക് ഒരു കൊളുത്തി വലിച്ചിടുന്നുണ്ട്. അവസാനമാണ് എന്തിനു വേണ്ടിയാണ് എന്നുള്ള കാര്യം റിവീൽ ചെയ്യുന്നത്. പിന്നെ ഒരുപാട് ക്ലൈമാക്സിൽ കുറച്ച് എന്താ പറയുക, നമ്മളെ കുറച്ച് സെക്കൻഡ് പാർട്ട് വരുന്ന രീതിയിൽ ഒരു കാര്യം കൊടുത്തിട്ട് വെക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാ സിനിമയിലും, ഒട്ടുമിക്ക സിനിമയിലും അങ്ങനെയുണ്ട്, അതേ രീതിയിൽ ഇതിലുണ്ട്. ഈ സിനിമ തുടങ്ങിയ ശേഷമുള്ള ഒരു 10-11 മിനിറ്റ് അത് കുട്ടികളുടെ ഒരു കോൺവെർസേഷനാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചില കോൺവെർസേഷൻ. അത് മാത്രം എനിക്കൊന്നും ദഹിച്ചില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാവാം. കുട്ടികളെ കൊണ്ടാണ് ഈ കാര്യങ്ങൾ ഒരു രീതിയിൽ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ എനിക്കതെന്തോ അങ്ങോട്ട് വല്ലാതെ ഫസ്റ്റത്തെ ഒരു 10 മിനിറ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പടം കയ്യിൽ നിന്ന് പോയി എന്ന് തോന്നുന്നു. കാരണം ഇത് എന്തിനാ ഇങ്ങനെ, അതായത് താങ്ങാൻ കഴിയാത്ത ഡയലോഗ്സ് ചെറിയ കുട്ടികളെ കൊണ്ട് പറയിക്കുന്ന സമയത്ത് നമ്മൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല അല്ലേ. എന്തിനാണ് ഇതൊക്കെ ഈ ചെറിയ കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും. അപ്പോൾ ആ രീതിയിൽ ഫസ്റ്റ് ഒരു 10 മിനിറ്റ് എനിക്ക് ഫീൽ ചെയ്തു. അതിനുശേഷം ഫുള്ളി എൻഗേജ്ഡ് ആയിരുന്നു. സിനിമ ഫുള്ള് നമ്മളെ ഒരു കാര്യം ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ എന്തിനാണ് എന്നൊരു സംഭവമുണ്ട്. അതൊന്നും കൂടാണ്ട് ഈ സിനിമയുടെ ക്ലൈമാക്സിനോട് അടുക്കുന്നതിന് 15-20 മിനിറ്റ് മുമ്പ് ദിലീപ് എന്ന് പറയുന്ന ആക്ടർ ഈ സിനിമയിൽ എന്തിനു വേണ്ടിയാണ് അയാൾ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നത് എന്നൊരു അതൊരു ന്യായീകരിക്കുന്ന, അല്ലെങ്കിൽ ഈ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങേര് ഇങ്ങനെ ചെയ്തത് എന്നൊരു തോന്നലുണ്ടായിരുന്നു. അതായത് ഈ സിനിമയുടെ ഏകദേശം ഇത് റിവീൽ ചെയ്യുന്നതിന് ഒരു 10-20 മിനിറ്റ് മുമ്പ്. അതിനുശേഷം ദിലീപ് പറയുന്നുണ്ട് എന്താണ് സംഭവം, എന്തിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് റിയൽ ആയിട്ട് പറയുന്നുണ്ട്. ഇതായിരുന്നു എന്നെ ഇതിനെ ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിച്ചതെന്ന്. ആ കാര്യം കൺവിൻസ് ആയി. അതുവരെ ഞാൻ പിന്നെയും വിചാരിച്ചു, ഇപ്പോഴും നമുക്ക് കൺവിൻസ് ആവുന്ന രീതിയിലുള്ള ഒരു റീസൺ ഇല്ലല്ലോ, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളെ ഒന്ന് കൺവിൻസ് ആക്കാൻ പറ്റിയ ഒരു പരിപാടി ഇതിലില്ലല്ലോ എന്ന് എനിക്കിങ്ങനെ തോന്നി വരികയായിരുന്നു. ക്ലൈമാക്സിനോട് അടുക്കുന്നതിന് തൊട്ട് മുമ്പ് പരിപാടി അത് ഓക്കെ ആയി. കാരണം ദിലീപ് തന്നെ പറയുന്നുണ്ട് എന്താ സംഭവം എന്നുള്ളത് പറയുമ്പോഴാണ് നമുക്ക് ഓക്കെ ഇന്ന റീസൺ കൊണ്ടാണ് ഇയാൾ ഇങ്ങനെ ആവുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പം അത് കൺവിൻസ് ആയി. സിനിമ അടിപൊളിയാണ്, സൂപ്പറാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു കാര്യം കൂടെ എടുത്ത് പറയണം, എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടുമോ എന്നറിയില്ല. ഇത് നമ്മളെ സിനിമ റിവ്യൂ പറയുന്ന സമയത്തുള്ള സ്ഥിരം ഡയലോഗാണ്. പക്ഷേ ഇതെന്താണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ വലിയൊരു കഥയൊക്കെ എക്സ്പെക്ട് ചെയ്ത് പോയിട്ട് അങ്ങനെയൊക്കെ പോകുന്ന ആളുകൾക്ക് പറ്റിയിട്ടുള്ളൊരു പടമല്ല. ഇതൊരു അടിച്ചുപൊളി പടമാണ്. നമ്മളിങ്ങനെ തിയേറ്ററിൽ പോയിട്ട്, എനിക്ക് തോന്നുന്നു മേ ബി 2-3 ഫ്രണ്ട്സൊക്കെ കൂടി പോയിട്ട് തിയേറ്ററിൽ പോയിട്ട് നല്ല രീതിയിൽ കൂവി വിളിച്ച് അടിപൊളി അങ്ങനെ വിസിലൊക്കെ അടിച്ച് കാണാൻ പറ്റിയ ഒരു അടിപൊളി സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഉള്ള ഒരു സിനിമയാണ്. അല്ലാതെ വലിയ കഥയും ലോജിക്കും പരിപാടിയൊന്നും പ്രതീക്ഷിച്ച് പോകരുത്. ദിലീപ് ഏട്ടൻ്റെ ഒരു താണ്ഡവം കാണണമെങ്കിൽ, ലാലേട്ടൻ്റെ ഒരു താണ്ഡവത്തിന് അപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയിട്ട് ഈ ഒരു സിനിമ എക്സ്പീരിയൻസ് ചെയ്യാം. ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കാര്യം നമ്മൾ കുറേ നാളായി ഇതുപോലുള്ളൊരു സിനിമ കണ്ടിട്ട്, ഇതുപോലൊരു ടൈപ്പ് ഓഫ് സിനിമ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. സിനിമ ഫുള്ളായിട്ട് അടി ഇടി വെടി ബഹളം, അതുപോലെ എന്താ പറയുക, മൊത്തം ഒരേ സൗണ്ട് ഒരേ ബഹളം പരിപാടി. ഞാൻ പറഞ്ഞ ഫസ്റ്റത്തെ 10-11 മിനിറ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ സിനിമ കംപ്ലീറ്റ്ലി എൻഗേജിങ് ആണ്. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. എൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു കഥയും പരിപാടിയും കാര്യങ്ങളൊന്നും അല്ല. ഇവരുടെ ഈ ഒരു താണ്ഡവം കാണാൻ, ഇവരുടെ ഒരു എന്താ പറയുക, ഇവരുടെ പഴയ സിനിമകളുടെ ചില കാര്യങ്ങൾ എടുത്ത് കൊണ്ടുവരുമ്പോഴും അതിൽ ചില പാട്ടുകൾ കൊണ്ടുവരുമ്പോഴും നമ്മളതൊക്കെ കണ്ടു വളർന്ന ആളുകളായതുകൊണ്ട് നമ്മൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ട്. അത് സൂപ്പറാണ്.
അതൊരു സൂപ്പർ പരിപാടിയാണ്. അതൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വിജയിൻ്റെ ഒരു ചെറിയ റെഫറൻസ് കൂടി ഉണ്ട് കേട്ടോ. വിജയിൻ്റെ സിനിമയുടെ റെഫറൻസ് ഉണ്ട്. അതൊക്കെ കത്തിക്കലായിരുന്നു. അതൊക്കെ തിയേറ്ററിൽ കിടന്ന് കത്തി അങ്ങനെ ആളിക്കത്തുമായിരുന്നു. എനിക്കതെല്ലാം മനസ്സിലാവാത്തത്, ഇതൊരു ദിലീപേട്ടൻ സിനിമ എന്ന് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അതൊരു വേറൊരു കാര്യമാട്ടാ. കാരണം മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ ഒരുപാട് പരിപാടികൾ ഈ സിനിമയിലുണ്ട്. എനിക്ക് തോന്നുന്നു മറ്റ് പല സിനിമകളിലും എടുക്കാത്ത ചില കാര്യങ്ങൾ പോയിന്റ് ചെയ്തിട്ട് പോലും ഈ സിനിമയിൽ എടുത്തു വെച്ചിട്ടുണ്ട് ലാലേട്ടനെ ഒരു പക്ക വേറൊരു ടൈപ്പ് ഓഫ് ഒരു ബ്രാൻഡാക്കി മാറ്റുന്ന രീതിയിലുള്ള ഒരു കോൺസെപ്റ്റൊക്കെ ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ഭീകരമായിരുന്നു. ഒരു ദിലീപേട്ടൻ സിനിമ എന്ന് പറയാൻ പറ്റില്ല, ദിലീപേട്ടൻ ലാലേട്ടൻ സിനിമ എന്ന് തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാം. ആ രീതിയിലാണ്. മേക്കിംഗ് രീതിയൊക്കെ അടിപൊളിയായിരുന്നു, എൻഗേജിങ് ആണ്. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ആണ്, ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ്, പക്കാ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്. ഇത് എന്തായാലും പോയി എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് തന്നെയാണ്. കാരണം ഇതുപോലുള്ള സിനിമകൾ കുറേ കാലമായിട്ട് ഇറങ്ങുന്നേ ഇല്ല. കംപ്ലീറ്റ് കഥകൾ, പരിപാടികൾ, എന്താ പറയുക, മാനസികമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ, അങ്ങനെയുള്ള കോൺസെപ്റ്റ്, ഈഗോ, അങ്ങനെയുള്ള ഓരോ പരിപാടികളൊക്കെയാണ് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇതുപോലൊരു പരിപാടി കുറേ കാലമായില്ലേ വന്നിട്ട്. ഇതുപോലുള്ള സിനിമകളും വരണമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്തതായിരിക്കും ബെറ്റർ. നിങ്ങൾ നല്ലൊരു സിനിമാ പ്രേക്ഷകനാണെങ്കിൽ, സിനിമ കാണുന്ന അല്ലെങ്കിൽ സിനിമയിൽ എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇതും കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് വളരെ ബെറ്റർ ആയിരിക്കും. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സിനിമ കാണുന്ന കുറേ ആൾക്കാർ പറയുന്നു, കാണണ്ടാന്ന് കുറേ ആൾക്കാർ പറയുന്നു, വട്ടെവർ. നമ്മളൊരു പരിപാടി പോവുക, അത് എൻജോയ് ചെയ്യുക, അത് കഴിയുക, അത്രയേ ഉള്ളൂ. പ്രതിഷേധം നടത്തണമെങ്കിൽ നമ്മളുടെ ഈ ലോകത്ത് എൻ്റെ ഒരു അഭിപ്രായമാണ്, പ്രതിഷേധം നമ്മളൊരു കാര്യത്തിൽ കാണിക്കണമെങ്കിൽ അത് ഒരുപാട് കാര്യത്തിൽ കാണിക്കേണ്ടി വരും, അല്ലേ? പിന്നെ ഒന്നാമത്തേത്, ഇപ്പോഴും ഈ കാര്യത്തിന് ബേസ് ചെയ്തിട്ട് ആർക്കും കൃത്യമായിട്ടൊന്നും അറിയില്ല. പല റൂമറുകൾ വരുന്നുണ്ട്, പലതരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോഴും സംസാരിക്കുന്നുണ്ട്. ഒന്നും ക്ലിയർ അല്ല. കുറേ ആൾക്കാർ അങ്ങോട്ട് പറയുന്നു, കുറേ ആൾക്കാർ ഇങ്ങോട്ട് പറയുന്നതോ എന്താ സംഭവം എന്നൊന്നും ആർക്കും ക്ലിയർ അല്ല. പിന്നെ സിനിമ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ വ്യക്തിയുടെ പരിപാടിയല്ല. അതിൻ്റെ പുറകിൽ ഒരു വലിയൊരു ടീമുണ്ട്. അത് അത്യാവശ്യം എല്ലാവർക്കും അറിയുന്ന പരിപാടിയാണ്. അപ്പോൾ ഒരാൾ അഭിനയിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിൽ കൃത്യമായ റീസൺ, ഇപ്പോൾ ഒരു വിധി വന്നു, ആ വിധിയിൽ തന്നെ അയാൾ ഓക്കെയാണ്, അയാൾ അങ്ങനെ യാതൊരു ബന്ധവുമില്ല എന്ന് തെളിഞ്ഞു, എന്നിട്ടും അതിന് പുറകെ വെച്ച് പിടിക്കുകയാണ് കുറേ ആൾക്കാർ. ഓക്കെ, ആയിക്കോട്ടെ, പക്ഷെ ആർക്കും ഒരു തെളിവും തരാൻ പറ്റുന്നില്ല, ആരെയും വിശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല. കുറേ കാര്യങ്ങൾ പറയുന്നു, മെഴുകുന്നു എന്നല്ലാതെ ആർക്കും വിശ്വസിപ്പിക്കാനൊന്നും പറ്റുന്നില്ല. അതുകൊണ്ട് ഈ ഒരു റീസൺ കൊണ്ട് സിനിമ കാണാതിരിക്കരുത്. എല്ലാവരും കണ്ടു നോക്കുക, എക്സ്പീരിയൻസ് ചെയ്യുക. അടിപൊളി സിനിമയാണ്.